അനുപമ, ഈ കല്യാണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കല്യാണം കഴിക്കുന്നവർ കഴിക്കട്ടെ, വേണ്ടാത്തവർ വേണ്ട. ഈ 25 വയസ്സൊക്കെ ആയില്ലേ, കല്യാണമൊക്കെ കഴിച്ചൂടെ എന്നൊക്കെ ആരെങ്കിലൊക്കെ ചോദിക്കാറുണ്ടോ? എനിക്ക് 24 വയസ്സായി. 24 വയസ്സ്. അതെ, എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാനുള്ള ഒരു പ്രായം ആയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇനി സമയമുണ്ട്. അല്ല, അനുപമയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, അനുപമ നാട്ടിലൊക്കെ പോകുമ്പോ വീട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദിക്കാറുണ്ട്. മറ്റേ വീട്ടിൽ എന്താ പറയാ, പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവതിയാണോ താങ്കൾ? നിലവിലായില്ല, ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പുര നിറയണുള്ളൂ, ഒരു പകുതിയൊക്കെ ആയിട്ടുള്ളൂ. ഈ സമയം അനുപമയ്ക്ക് തോന്നിയിട്ടുണ്ടോ നമ്മുടെ നാട്ടില് എന്താ പറയാ, ഇത്ര വയസ്സ്, ഇത്ര വയസ്സ് 18 വയസ്സാണ് കല്യാണ പ്രായം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ മുതൽ ഇപ്പൊ ഒരു 20 വയസ്സൊക്കെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങായി അടുത്തത് നീയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അടുത്തത് നീയാ, അല്ലെങ്കിൽ ഇനി നിന്റെ കല്യാണം, വീട്ടുകാരെ കണ്ട് നിന്റെ കല്യാണം നോക്കുന്നില്ലേ, പ്രായമായില്ലേ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെക്കനെ കിട്ടില്ല. പെൺകുട്ടികളുടെ കാര്യമാട്ടോ. ചെക്കന്മാരാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുമോ. ഇത്തരത്തിലുള്ള എന്താ പറയാ, നാട്ടുകാരെ സംബന്ധിച്ചും കുടുംബക്കാരെ സംബന്ധിച്ചും വലിയൊരു ബാധ്യതയാണ് കല്യാണം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആണ് അവർക്ക്. അപ്പോ അതിന്റെ ഒരു പ്രഷർ ഇന്നത്തെ ജനറേഷൻ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് തോന്നുന്നില്ലേ? ഉണ്ട്, ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം നമ്മളൊരുമാതിരി പെൺകുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിൽപ്പനച്ചരക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കാറായോ, നമ്മളെന്താണ്, നമ്മള് കാളെ പശു ഒന്നുമല്ലല്ലോ, ചന്തയിൽ വിൽക്കാൻ വെച്ചേക്കൊന്നുമല്ലല്ലോ നമ്മളെ. അപ്പൊ കൊടുക്കുന്നുണ്ടോ, വാങ്ങുന്നുണ്ടോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി വേണ്ട, ഈ ഒരു പ്രസ്ഥാനത്തോടെ നമുക്കൊരു നീരസമൊക്കെ തോന്നും. അതെ, എങ്ങാനും ഇനിയിപ്പോ ഒരു മനസ്സ് ചാഞ്ചല്യപ്പെട്ട് ഒന്നൊന്ന് സെറ്റിലായിട്ട് കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള ഒരു മനസ്സിൽ നിൽക്കുവാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിനോട് വീണ്ടും ഒരു മടുപ്പും വെറുപ്പും ഒക്കെ വരും. ഈവൻ നമ്മുടെ പാരന്റ്സ് വരെ ഒരു പരിധിക്ക് അപ്പുറം നമ്മളെ മനസ്സിലാക്കാതെ വരുന്ന സിറ്റുവേഷൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പാരന്റ്സിന്റെ അടുത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം, എന്തെങ്കിലും അവര് മനസ്സിൽ കണ്ടിട്ടുള്ള അവരുടെ ഗോൾസ് ഉണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്തിട്ട് മതി കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഇതൊക്കെ അച്ചീവ് ചെയ്യാലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണോ? അവരെ സംബന്ധിച്ച് എന്താണെന്ന് അറിയാം, ഇപ്പൊ പെണ്ണുങ്ങളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 25 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുതുക്കും അല്ലെങ്കിൽ വയസ്സായി അവർക്ക് അങ്ങോട്ട്. പിന്നീട് ശാരീരിക സൗന്ദര്യം കുറയുമെന്നും അതുകൊണ്ട് തന്നെ ചെക്കന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിട്ട് 30-32 വയസ്സ് കഴിഞ്ഞാലാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് മുന്നേ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. ഇനിയിപ്പോ നമ്മുടെ വീട്ടുകാരെ വിചാരിക്കുകയാണ്, ശരി അവള് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവള് ജോലി ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, പക്ഷെ നാട്ടുകാർ സമ്മതിക്കില്ല. എന്താ മോളെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്താ മോനെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ, ഇത്ര വയസ്സായില്ലേ, ഇനി ചെക്കനെ കിട്ടില്ല കേട്ടോ, മോൾക്ക് തടി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോള് കറുത്തു തുടങ്ങി, അല്ലെങ്കിൽ മോളുടെ മുഖത്ത് കുരു വന്നു തുടങ്ങി, വയസ്സ് തോന്നിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയാ, നമ്മുടെ വീട്ടുകാരെക്കാൾ കൺസേൺസ് ആണ് ആ ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്നുള്ളതാണ്. പിന്നീട് എന്താ പറയാ, ഒരു കല്യാണത്തിനോ, ഇപ്പൊ സീരിയസ്ലി എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകാന്ന് പറഞ്ഞ ടെൻഷനാണ് എനിക്ക്. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് നാട്ടിലുള്ള ഒരു കല്യാണം, അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിലും അതിന് പോവാന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ കാണാം, കുറച്ചധികം സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അത് വലിയ സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ടെൻഷൻ, ഇനിയിപ്പോ എത്ര പേർക്ക് മറുപടി കൊടുക്കണം, ഇതിപ്പോ എത്ര പേര് ഇത് ചോദിക്കും, നീ ഇവരോടൊക്കെ എന്ത് പറയും. അത് ഈ കേരളക്കരയിലുള്ള ഒട്ടുമിക്ക ഭൂരിഭാഗം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് അത് റിലേറ്റബിൾ ആണ്. ഞാനും എന്താ പറയാ, ഞാൻ ഒരു ഫാമിലി ഫംഗ്ഷൻസിനും പങ്കെടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇനി എങ്ങനെ എനിക്ക് പങ്കെടുക്കാൻ നിർബന്ധിതയാവുകയാണെങ്കിൽ ഞാൻ ആ ഒരു ഭക്ഷണം വിളമ്പുന്ന സമയം വരെ ഞാൻ വീട്ടിൽ എവിടെയെങ്കിലും മാറി ഇങ്ങനെ നിൽക്കും. ഫുഡ് വിളമ്പാനുള്ള സമയം ഞാൻ പയ്യെ അമ്മനെ വിളിച്ച് ചോദിക്കും, ഫുഡായോ, ആയി, അപ്പൊ ഞാൻ പയ്യെ പോയി ഫുഡ് കഴിച്ചു, അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കും. അല്ലാതെ എനിക്ക് ആ ഒരു എല്ലാരും ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്നെ ഒരു ഇരയാക്കി ഇട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു ആവശ്യകതയല്ല, അതൊരാളെ ചോയ്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഐശ്വര്യലക്ഷ്മി ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അവർ പറഞ്ഞു വെക്കുന്ന ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്. അവർ പറയുന്നത്, കുറച്ചു കാലം മുൻപ് വരെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ നടയിൽ കല്യാണം കഴിക്കണം, അങ്ങനെ അണിഞ്ഞൊരുങ്ങണം. മേ ബി എന്റെ അമ്മ ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വരികയും ഇത് കാണുകയും ചെയ്യുമ്പോൾ എന്റെ ഉള്ളിലുണ്ടായ ഒരു തോന്നലായിരിക്കാം, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് ഈ കല്യാണം ചെയ്ത ആളുകളുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും കല്യാണം എന്താണെന്ന് തോന്നിയപ്പോ എനിക്കത് വേണ്ടെന്ന് തോന്നി.
ഇപ്പൊ ഞാനത് ഇപ്പൊ എനിക്കത് വേണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അതിനെ നോക്കുന്നില്ല. അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഐശ്വര്യലക്ഷ്മിയുടെ ചോയ്സ് ആണ് ഐശ്വര്യലക്ഷ്മി കല്യാണം കഴിക്കണം. ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ ഇന്റർവ്യൂ, ഒരു അമ്മയും മകനും, ആ അമ്മയുടെ മോഡലാണ്, ആ മകന്റെ മോഡലാണ് ആ അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഒരു 60-65 വയസ്സുണ്ട്. അപ്പൊ ഞാൻ ഈ അമ്മയോട് ചോദിക്കാം, അവനെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ, കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ, രാജീവ് പീതാംബരൻ എന്നാണ് പുള്ളി, രാജീവ് ചേട്ടൻ എന്നോട് ചോദിച്ചു, ഈ ചോദ്യത്തിന് ഞാൻ കാത്തിരിക്കണം, ഞാൻ കല്യാണം കഴിക്കാത്തതിൽ നിനക്ക് എന്താ പ്രശ്നം? ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്തിനാ ഞാനത് ചോദിച്ചു. പക്ഷെ അത് ഞാൻ വളരെ അരോചകമായ ഒരു ചോദ്യമായിട്ട് പിന്നെ എനിക്ക് തന്നെ തോന്നി. കാരണം പക്ഷെ നമ്മൾ കാഷ്വലി ചോദിച്ചതാണ്, അത് നമുക്ക് നമ്മുടെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ ആ പുള്ളി പറയുന്നത് ശരിയാണ്, പുള്ളി കല്യാണം കഴിക്കാത്തതിൽ എനിക്ക് എന്താ പ്രശ്നം? പുള്ളിയുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അത് എന്താ പറയാ, ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന പോലെ ഒരു അനിവാര്യത അല്ലല്ലോ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ എന്താ പറയാ, എപ്പോഴും കല്യാണം കഴിക്കുന്നതിലൂടെ അതിന്റെ ഡീമെറിറ്റ്സോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകളെ കുറിച്ചോ മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ പാരന്റ്സ് എപ്പോഴും നമ്മളടുത്ത് പരാതി പറയാറ്. ഞാൻ എന്റെ വീട്ടില് എന്നോട് കല്യാണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് അതിനോട് ആ ഒരു സമ്പ്രദായത്തോട് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയോട് എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ പ്രേമിക്കുന്ന പോലൊന്നല്ല അതൊരു കല്യാണത്തിലേക്ക് മാറുന്ന സമയത്ത് അത് കമ്മിറ്റ്മെന്റ്സ് ആണ്. അത് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. സ്റ്റിൽ എനിക്ക് ഇല്ല ഉറപ്പ്. ഞാൻ എന്ത് തന്നെയായാലും ഇപ്പൊ എന്റെ ഫാമിലിയിൽ ആണ്, എന്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, അവർക്കിടയിലാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ്സ് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കത് പിന്നെയും മാനേജബിൾ ആണ്. അവരെ ഒരു പരിധി അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് പറ്റും എന്റെ കാര്യങ്ങളെ. പക്ഷെ വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക്, ഫാമിലി അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ ചെന്നെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്തിനും ഏതിനും അവരെ പാർട്ടാക്കണം. എനിക്ക് അവരോടുള്ള ദേഷ്യമോ വെറുപ്പോ അല്ല, എന്റെ ഇന്നർ സെൽഫ് ആർക്കും മനസ്സിലാവുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എനിക്ക് എല്ലാരെയും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അത് എനിക്ക് അറിയാത്തോണ്ടല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ക്ലോസ്ഡ് സർക്കിൾ ഉണ്ടല്ലോ, ആ ക്ലോസ്ഡ് സർക്കിളിലേക്ക് നമുക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്തതിന് സഫക്കേഷൻ ആണെന്നുള്ളത്. കുറെ ആൾക്കാരുടെ അപ്രൂവലുകൾ വേണം നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിലുള്ള പല പല സ്റ്റേജസിലേക്കും. പിന്നെ നമ്മള് കുറെ ആൾക്കാരെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യണം. എനിക്ക് അറിയില്ല ഇതൊന്നും, ഈ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബോണ്ടിലേക്ക് എനിക്ക് സൈൻ ചെയ്യാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ. പൊതുവേ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞവരോട് എല്ലാവരോടും എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ അമ്മമാരുടെ പ്രായമല്ല കേട്ടോ, അവര് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടായാലും കാര്യമായിട്ട് പറയും. നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ, എന്തിനാ? അന്നത്തെ കാലത്ത് ചിലപ്പോ പ്രേമിച്ച് കല്യാണം കഴിക്കണം പറഞ്ഞ് മുട്ടി നിന്ന് കല്യാണം കഴിച്ച ആള് വരെ പറയും എന്താ, ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി കഴിയും, നീ കുറച്ചുകൂടി ലൈഫ് എൻജോയ് ചെയ്യേ. കാരണം അതാരും അവർ ആ മാരേജിൽ ഹാപ്പി അല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ആ മാരേജ് കൊണ്ടുവന്ന് കൊടുക്കുന്ന കുറച്ചധികം കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ചധികം ബേർഡൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് അത്ര പെട്ടെന്ന് എടുത്തു വെക്കല്ലേ എന്ന് പറയുന്നവരാണ്. ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡും വളരെ ഹാപ്പിയായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ സ്റ്റിൽ അത് തരുന്ന എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡിനെ മാത്രമല്ല, നമുക്കൊരു കോംബോ പാക്ക് പോലെ ഒരു ഫാമിലി മൊത്തത്തിലാണ് വരുന്നത്. അപ്പൊ ഇവരെ മൊത്തത്തിൽ ഡീൽ ചെയ്യണം, ആ പേടിയാണ് എനിക്കുള്ളത്. അത് വലിയ ടാസ്ക് ആണ് ആക്ച്വലി. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ എന്നും അടിയായിരിക്കും. ഞാൻ ചില സമയത്ത് അമ്മയും അച്ഛനും വലിയ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കും, ഇതിനാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഇതിനാണോ അമ്മ എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നത്? അപ്പം ഇത് ഇടയ്ക്കല്ലേ, അതെല്ലാവരുടെ ഇടയിൽ ഉണ്ടാവില്ലേ? അതിനമ്മ മാനിപ്പുലേറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ ഏതെങ്കിലും ഡിവോഴ്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ അമ്മോട് പറയും, അമ്മ ഇതൊക്കെ നടക്കണ കണ്ടില്ലേ, ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിച്ച് പിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യണം, അതെന്ത് പാടാ? അതൊക്കെ ഒന്ന് രണ്ടെണ്ണല്ലേ ഡിവോഴ്സ് നടക്കുന്നത്? എത്ര ഡിവോഴ്സാ നടക്കുന്നേ? ഞാൻ എന്റെ അച്ഛന്റെ അമ്മയൊക്കെ എന്റെ അടുത്ത് കല്യാണത്തെ പറ്റി സംസാരിക്കുമ്പോ ഞാൻ അവരോട് എന്താ പറയാ, ഇനി അത് ചോദിക്കരുത് എന്നോട് എന്നുള്ളതിന് വേണ്ടി ഞാൻ പറയും, കല്യാണം കഴിച്ച് പിന്നെ അത് ഡിവോഴ്സ് ചെയ്യണം, ഒരുപാട് ചെലവാണ് അച്ഛൻ, പൈസ ഇല്ല കയ്യിൽ എന്ന് പറയും. ഞാൻ അങ്ങനെ ആലോചിക്കും. ശരിയാ, അത് വേറൊരു പോയിന്റാണ്. കാരണം ഒട്ടും പൈസ ഉണ്ടാവില്ല കയ്യില്. മേ ബി ലീവ് ചെയ്യാനുള്ള പൈസ അവർ കുറവായിരിക്കോ കുടുംബത്തിനിടയിൽ. എന്നാൽ ഈ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് അവരുടെ വാശിയാണ്. ആ നേരം ആ കൊച്ചിനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചുള്ള ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടില്ലേ എന്നുള്ള ചിന്തയില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ആ കുട്ടിയെ പിന്നെ അവളെ നോക്കണ്ടല്ലോ, ആ ബാധ്യത അങ്ങ് തീർന്നില്ലേ എന്നൊരു പോയിന്റിൽ ചിന്തിക്കുന്നവരുണ്ട്. മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടാണ് ഭയങ്കര എക്സ്പ്രസീവ് ആവുന്നുണ്ട് ചില സമയത്ത് എന്നുള്ളതാണ്. നമ്മുടെ ജോജു ജോർജ് ജൂൺ സിനിമയിൽ പറയുന്നത് പോലെ, ഇവിടെ എനിക്കൊരു ബാധ്യതയല്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന അച്ഛനമ്മമാർ കുറവാ. പക്ഷെ ഇന്നത്തെ കാലത്ത് പിന്നെയും ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ അങ്ങനെയായിരിക്കും, സ്വന്തം വീട്ടിലെ കാര്യത്തിൽ അങ്ങനെയല്ലാത്ത മാതാപിതാക്കൾ. എന്ന് വെച്ചാൽ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് കല്യാണം വേണ്ടെന്ന് പറയുമ്പോ അവരോട് പറയുമായിരിക്കും, അവള് ഇഷ്ടത്തിന് കല്യാണം. നമ്മുടെ വീട്ടിലെ കൊച്ചാവുമ്പോ 10-25 വയസ്സായി കല്യാണം കഴിക്കണ്ടേ,
അങ്ങനെ ചോദിക്കുന്ന മാതാപിതാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് എന്താ പറയാ, ഈ കല്യാണം കഴിഞ്ഞിട്ട് ആവാലോ എന്ന് പറയും പല കാര്യങ്ങളും. നമ്മുടെ പഠിപ്പ്, നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ അംബീഷൻസ്, അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട യാത്രകള്, ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളോട് പറയും അത് കല്യാണം കഴിഞ്ഞാലോ, ഒരു കമ്പനിയും കൂടി ആയി, പിന്നെ കല്യാണം കഴിഞ്ഞാൽ യാത്രകൾ പോവാൻ ഒരാളായില്ലേ കൂട്ടിന്, ഇതൊക്കെയാ പറയാ. എനിക്ക് ഭയങ്കര അരോചകമായി തോന്നിയാണ്. എന്റെ വീട്ടിൽ ഇപ്പൊ ഈ കല്യാണ പ്രശ്നം നടക്കുന്നത് കൊണ്ട് എന്റെ അമ്മൂമ്മയുണ്ട്, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു അമ്മൂമ്മയാണ്. അപ്പൊ അമ്മൂമ്മ എന്നോട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ചാറ്റ് ചെയ്യാൻ അങ്ങോട്ട് തരാം, പിന്നെ നിനക്ക് ചാറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കാലോ എന്ന്. ഞാൻ ചാറ്റ് ചെയ്യാൻ മുട്ടി നിൽക്കുന്ന പോലെയാണ് അമ്മൂമ്മ എന്നോട് അത് പറഞ്ഞു വെക്കുന്നത്. അമ്മ ഇടയ്ക്ക് എന്നോട് തമാശക്ക് പറയാറുണ്ട്, അത് കഴിഞ്ഞാൽ ആ ടെൻഷൻ തീർന്നു, എന്ന് വെച്ചാൽ എനിക്ക് ചാറ്റ് ചെയ്യാൻ ഒരാളായി. എനിക്കറിയില്ല അത് എന്തിനാണെന്ന്, പക്ഷെ അങ്ങനെ പറഞ്ഞു വെക്കുന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കല്യാണം ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് എനിക്കൊരു കല്യാണത്തെ കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് ഇപ്പോഴൊന്നും നിർത്തി പോകാൻ പറ്റില്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ അതിനൊരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് കാണാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും അതിനുള്ള സ്പേസ് കൊടുക്കും കൂടെ ചെയ്യുക. അവരവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ടൈം കൊടുക്കുക. വേണമെങ്കിൽ എടുക്കാനുള്ളത്, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം ഓരോ ഇൻഡിവിജ്വലിനും.